നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിൻ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇന്ന് നമ്മൾ ഈ ചരിത്രത്തില് VHIC 134 യൂണിറ്റ് 3 യൂണിറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതിന്റെ അവസാനത്തെ ഭാഗത്ത് നിന്ന് ഈ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് 18ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നു ചേർന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ വരവ്, അല്ലെങ്കിൽ അവരുടെ ഇവിടെ സ്ഥാപിക്കുക, അതാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പൊ ഇന്നലത്തെ കാര്യത്തില് നമ്മളിവിടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ 18ാം നൂറ്റാണ്ട് 1757 മുതൽ 65 വരെ ഒരു ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ ബംഗാൾ പ്രോവിൻസിലുള്ള പവർ അല്ലെങ്കിൽ അവരുടെ അധികാരം നവാബിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുന്നത്, അതാണ് നമ്മൾ കൂടുതലായിട്ടും ഇന്നിവിടെ പരാമർശിക്കുന്നത്. ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അവര് ബംഗാളിലെത്തി, കൂടുതലായിട്ട് ബിസിനസ് സാമ്രാജ്യം, അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് സാധനങ്ങൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് കൊണ്ടുപോവുക. അതേമാതിരി ഇവിടുന്ന് ഏറ്റവും സൗകര്യമായിട്ടുള്ള പോർട്ട് ഉണ്ട് അവിടെ. ആ പോർട്ടുള്ള കാരണം കൊണ്ടും അതുവഴി അവർക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമേഴ്സ്യൽ ആക്ടിവിറ്റി, ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ സമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രം കപ്പലുകളിൽ വഴിയാണ് ഈ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ബിസിനസ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടെ അല്ലെങ്കിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ അകത്തോട്ട് കയറിയിട്ടുള്ള ഒരു ജോഗ്രാഫിക്കൽ ആയിട്ടുള്ള സൗകര്യം കൊണ്ട് ആ പോർട്ട് അവിടെ ഉണ്ടാകും. അതുവഴി കച്ചവട സാധനങ്ങൾ കപ്പലുകളിൽ കയറ്റി യൂറോപ്യൻ കൺട്രീസിലും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ കച്ചവടത്തിന് വേണ്ടി വരുന്നവരാണ് പതുക്കെ പതുക്കെ നമ്മളുടെ രാജ്യത്ത് അവരെ ഉള്ള രാജാക്കന്മാരുടെ സഹായത്തോടുകൂടി അവര് ബ്രിട്ടീഷിന്റെ ഒരു ആധിപത്യം ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ മുസ്ലിം അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെ അവസാന കാലത്തിൽ, അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ കുറെ കാലം റൂൾ ചെയ്തു എങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് അവര് തളർന്നു പോകാനുള്ള കാരണങ്ങൾ. അപ്പോ അവസാനം ആദ്യത്തെ 6 രാജാക്കന്മാർക്ക് ശേഷം വരുന്നവരെല്ലാം മുഗൾ രാജാക്കന്മാര്, നമ്മൾ അവര് ഹിസ്റ്ററിയിൽ വിളിക്കുന്നത് ലേറ്റർ മുഗൾസ് എന്നാണ്. അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ, ലേറ്റർ മുഗൾസിന്റെ കാലഘട്ടത്തിൽ അത്രത്തോളം പവർഫുൾ ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, അല്ലെങ്കിൽ വലിയ സ്ട്രോങ് ആയിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതായിരുന്നു മെയിൻ കാരണം. പിന്നെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിനെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ കച്ചവടക്കാരായി വന്നിട്ടുള്ളവര് രാജാക്കന്മാരുടെ അടുത്ത് സംസാരിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പുറത്തു നിന്നുള്ള വരുന്നവർക്ക് ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ചത് ഇവിടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. ഇതാണ് നമ്മള് ഈ 18ാം നൂറ്റാണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റം. അതായത് ഓരോ ഭാഗത്തും അവർ ഓരോ രാജാക്കന്മാരെ അല്ലെങ്കിൽ ഓരോ പ്രോവിൻസിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, പരസ്പരമുള്ള വിരോധങ്ങളിനെ കുറുക്കന്റെ തരത്തില് അവർ യൂട്ടിലൈസ് ചെയ്തു. കച്ചവടക്കാരാണ് അവർക്ക് ഏതാണോ ബെനിഫിറ്റ് അതാണ് അവർ ഉപയോഗിക്കുക. അങ്ങനെയാണ് ബംഗാളിൽ ഉണ്ടായിരുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ടുള്ള ബംഗാളില് അവർ മാറി ഇവരെങ്ങനെ എടുക്കുകയും ചെയ്തു. അപ്പോ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തുടക്കം കുറിക്കാൻ ഇവിടെ സഹായിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിന് മുമ്പ് ബംഗാൾ എന്തായിരുന്നു? ബംഗാളിൽ നിറയെ റിസോഴ്സസ് ഉണ്ട്. നമ്മളുടെ ചരിത്രപരമായിട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മളുടെ സാധനങ്ങളും ആൾക്കാരും ഇതൊക്കെ ബംഗാളിൽ കൂടുതലായിരുന്നു. വിളവായാലും ശരി, അഗ്രികൾച്ചർ ആയാലും ശരി, മറ്റേ എക്സ്പോർട്ട് ആയാലും ശരി. നമ്മൾ ഇവിടെ നിന്ന് ബംഗാളിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കയറ്റി അയച്ചിട്ടുണ്ട്. കയറ്റി അയക്കാന്ന് വെച്ചാൽ റൈസ് ആയിട്ട് കയറ്റി അയക്കുന്നുണ്ട്, ഇൻഡിഗോ കയറ്റി അയക്കുന്നുണ്ട്, പെപ്പർ പോകുന്നുണ്ട്, ഷുഗർ പോകുന്നുണ്ട്, സിൽക്ക് പോകുന്നുണ്ട്. ബംഗാൾ സിൽക്ക് വളരെ ഫേമസ് ആണ്.
കോട്ടൺ ടെക്സ്റ്റൈൽസ് പോകുന്നുണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ്. ഇപ്പൊ ഇതൊക്കെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകാനും അതേമാതിരി അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നതും കാരണം കച്ചവടം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കച്ചവടം നല്ല വളരെ കാര്യമായിട്ട് ബംഗാളിൽ നടന്നിരുന്നു. അപ്പൊ എന്ത് പറ്റുക, 60% വരെ നമ്മുടെ ബ്രിട്ടൻ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ ഏഷ്യയിൽ നിന്ന് 18-ാം നൂറ്റാണ്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കച്ചവടത്തിന്റെ ഒരു സഹായം അല്ലെങ്കിൽ ബംഗാൾ വഴി കച്ചവടം നല്ല കാര്യമായിട്ട് കാര്യപ്രാപ്തിയോടെ കച്ചവടം നടന്നപ്പോൾ അത് ഇംഗ്ലീഷുകാർക്കും ആ കച്ചവട സാധ്യതയുള്ള ഒരു പ്രോവിൻസ് ആണ് ബംഗാൾ. അപ്പൊ അതിൽ കൂടി അവർക്ക് അതിൽ വളരെ താല്പര്യം വരികയും അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് കമ്പനികൾ ഇവിടെ വരുന്നത്? ഇവിടെ ഇവര് ആദ്യമായിട്ട് ഇംഗ്ലീഷ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്ന ബാലാസോർ ഒറീസയിലാണ് 1633. അതിനുശേഷം ഹുഗ്ലിയില്, അതിനുശേഷം കാസിമ ബസാർ, പിന്നെ പാട്ന, പിന്നെ ഡാക്ക. ഈ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അവരുടെ ചെറിയ ചെറിയ കമ്പനികൾ അല്ലെങ്കിൽ ചെറിയ വിധത്തിലുള്ള ഒരു ഓഫീസ് എന്ന് പറയാം, അത് സെറ്റപ്പ് ചെയ്തു. 1690 കൂടുതലായിട്ടുള്ള ഈ ജമീന്ദാറുടെ റൈറ്റ്സ്, അതായത് ജമീന്ദാറി റൈറ്റ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ജമീന്ദാർക്ക്, ജമീൻ എന്ന് വെച്ചാൽ ഹിന്ദി വേർഡാണ് ജമീൻ എന്ന് പറയാ. ജമീൻ എന്ന് വെച്ചാൽ ലാൻഡ് അല്ലെങ്കിൽ സ്ഥലം. ജമീന്ദാരി എന്ന് വെച്ചാൽ അത് ആ കരത്തിന് കരമെടുക്കുന്ന ആള് അല്ലെങ്കിൽ ആ ടാക്സ് അല്ലെങ്കിൽ കരം മേടിക്കുന്ന ആളാണ് ജമീന്ദാർ. അപ്പോ ജമീന്ദാർ ആ സ്ഥലത്തെ മുഖ്യ പ്രധാനിയായിരിക്കും. കർഷകരുടെ കയ്യിൽ നിന്ന് അവരുടെ ടാക്സ് മേടിക്കുക, ജോലി ചെയ്യുന്ന പാടത്ത് കൃഷി ചെയ്യുന്നതിനുള്ള ജോലി മേടിക്കുക അല്ലെങ്കിൽ കരം ടാക്സ് മേടിക്കുന്നവര്. ഇങ്ങനത്തെ ആ കാലഘട്ടത്തിൽ അവരെ വളരെ ഈ ജമീന്ദാർക്ക് അല്ലെങ്കിൽ സ്ഥലത്തിലെ പ്രധാന ആൾക്ക് എന്ന് പറയാം, അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഈ ഇമ്പോർട്ടൻസ് മുഖാന്തരമാണ് അവർക്ക് കർഷകന്മാർക്ക് സാധാരണ സ്ഥലം ഉണ്ടാവാറില്ല. അപ്പൊ ഇവര് കുറച്ച് കർഷകന് സ്ഥലം കൊയ്യാനോ അല്ലെങ്കിൽ വിതയ്ക്കാനോ കൊടുക്കും. അവരുടെ ടാക്സ് ഏത് വിധത്തിലാണ് ടാക്സ് എടുക്കുന്നത്, പ്രോഡക്റ്റ് വരുമ്പോ അല്ലെങ്കിൽ കൊയ്യുന്ന സമയത്ത് എടുക്കുന്നു. എന്നിട്ട് അത് അവര് ജമീന്ദാറിന്റെ ഒരു ഷെയർ എടുക്കും, കർഷകന് കുറച്ച് പോവും, ഇവർക്കും പോവും, ഇംഗ്ലീഷ് കമ്പനിക്ക് പോവും. ഇപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ജമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നത്. ആ ജമീന്ദാരി സിസ്റ്റത്തിന്റെ കൂടെ 1690 ഇവര് ആ സിസ്റ്റം 3 വില്ലേജിൽ നിന്ന് 3 ഗ്രാമത്തിൽ നിന്നുള്ള സിസ്റ്റം എടുക്കുകയാണ്. സുനന്ദി, കൽക്കട്ട, ഗോവിന്ദ്പൂർ, ഇത് 3-ൽ നിന്നും അവരെടുക്കുകയും അവിടെ അവരുടെ കൽക്കട്ടയിലുള്ള കമ്പനി, കമ്പനി അതായത് ഇംഗ്ലീഷ് കമ്പനിയാണ് ഇവിടെ ഞാൻ കമ്പനി എന്ന് പറയുന്നത്. കമ്പനി അവരുടെ കമേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വ്യവസായം അല്ലെങ്കിൽ കച്ചവടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് കമ്പനി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് ബംഗാളിൽ. അവരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് വലിയ തോതിലാണ് അവര് പൗണ്ടില് 1,50,000 പൗണ്ടിലാണ് അവര് 1680 അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി അവരുടെ കമ്പനിയൊക്കെ സെറ്റപ്പ് ആക്കുമ്പോഴത്തേക്കും നാച്ചുറലി അത് കഴിയുമ്പോൾ അവര് അതിനെ തിരിച്ചു പിടിക്കാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ ഈ തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള വ്യവസായം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കച്ചവടം. ഇതെങ്ങനെയാ ഫ്രീ ആയിട്ട് കച്ചവടം വരിക? ഒരേ സമയത്ത് ബംഗാളിൽ കമ്പനി സ്ഥാപിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാധിച്ചു. എന്നിട്ട് അവരവിടെ ഫ്രീ ആയിട്ട് ബംഗാളിൽ വ്യവസായം അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഈ പെർമിഷൻ കൊടുക്കുമ്പോൾ ഈ കമ്പനിക്ക് അവർക്ക് കൊടുക്കുന്നത് ഒരു 3000 അല്ലെങ്കിൽ 350 പൗണ്ട് മുഗൾ റൂൾ എംപറർ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കും ഇങ്ങോട്ട് ഒരു ചെറിയൊരു ഫണ്ട് വരുന്നു, ഇവരും അങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ഈ കമ്പനി മുഗൾ എംപറർക്ക് കൊടുക്കുന്നത് അവരതിനെ ഉപയോഗപ്പെടുത്തും, നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്തും. ബിസിനസ്സിൽ എത്രത്തോളം ഫ്രീ ആയിട്ട് ബിസിനസ് നടത്താൻ പറ്റുമോ അവര് നടത്തും. അന്ന് മാത്രമല്ല ബംഗാളിൽ നിന്ന് അവർ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാണ് അവരുടെ യൂറോപ്യൻ കൺട്രിയിലേക്ക്. ഒരു വലിയ ബൾക്കിലായിട്ടാണ് വോളിയം കൂട്ടിയാണ് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് അവർക്ക് യൂറോപ്പിൽ വിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഈ ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ
ഫ്രീ ആയിട്ടല്ല, അല്ലെങ്കിൽ വലിയ ട്രേഡിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു വലിയ എഫേർട്ട് എടുക്കാണ്ട് അവര് ബിസിനസ് അവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് അവിടുത്തെ ഗവർണർ ഇതൊന്നും സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്കറിയാം ഇങ്ങനെ ബിസിനസ് നടത്തിയാൽ അവരുടെ ട്രഷറിക്ക്, അല്ലെങ്കിൽ അവർക്കാണ് ഈ പ്രോവിൻസിലുള്ള ഗവർണർ, ആ സ്ഥലത്തുള്ള ഗവർണറുടെ ട്രഷറി അല്ലെങ്കിൽ ഖജനാവിന് കുറയും, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വരും എന്നുള്ളത് ഗവർണർ മനസ്സിലാക്കിയത് കൊണ്ട് ഗവർണർ ഇതിനെപ്പറ്റി സമ്മതിക്കാൻ അല്ലെ അവര് വിരോധം പറയാണ്. ഇത് പറ്റില്ല, ഇങ്ങനെ ഫ്രീ ട്രേഡ് കമ്പനിക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു വരുമ്പോഴത്തേക്കും അതൊന്നും നടക്കാൻ പോണില്ല. കാരണം അവരുടെ പ്രഷർ, ഈ ഇംഗ്ലീഷ് കമ്പനിക്ക് കൂടുതലായിട്ടുള്ള പ്രഷർ കൊടുത്ത് അവരെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതേസമയം ഇംഗ്ലീഷ് കമ്പനി എന്താ ചെയ്യുന്നത്? കമ്പനി അവരുടെ കൺട്രോള് ഏതൊക്കെ വിധത്തിൽ ഇവിടെ സ്ഥാപിക്കാൻ പറ്റും, ബിസിനസ് ഇവിടെ സ്ഥിരതാമസിക്കാൻ പറ്റും, അതാണ് അവർ നോക്കുന്നത്. അപ്പൊ അവർക്ക് ബെനിഫിറ്റ് ആവുന്നതാണ് നോക്കിക്കൊണ്ട് പോകുന്നത്. സ്റ്റെബിലിറ്റി, ഇതിൽ അടുത്ത് വരുന്നത് എത്രത്തോളം നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ നവാബിന്റെ കയ്യിൽ നിന്ന് അവര് പവർ മേടിക്കും, കുറച്ചായിട്ട് പവർ മേടിക്കും. സാധാരണക്കാരുടെ അടിവഴി അവര് മേടിക്കുകയാണ്. അവർക്ക് അടുത്തുള്ളവര്. പിന്നത്തെ സപ്പോർട്ട് എന്താന്ന് വെച്ചാല് ഹിന്ദുസ് ഉണ്ട്. ഹിന്ദുസ് ആണ് ഈ പണത്തിന്റെ ഇടപാടുകൾ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ നടത്തിയിരുന്നു, അവരെ കയ്യിലെടുത്തു. പിന്നെ ഒരു അടുത്ത സപ്പോർട്ട് എങ്ങനെയാ വെച്ചാൽ വലിയ ജമീന്ദാറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ട്രഷറിക്ക് കൊടുക്കുന്നതും, അതും നവാബ് വഴി അവര് ഓരോ നവാബിനും അവരുടേതായ ഒരു മിലിറ്ററി ഉണ്ടാവണം. ആ മിലിറ്ററിയിൽ അവരുടേതായ ലോ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട്. പിന്നത്തെ കാര്യം, അവര് കോർപ്പറേഷൻ ഇല്ല. അതായത് ബാങ്ക് എന്ന് പറയുമ്പോൾ പലിശയ്ക്ക് എടുക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ബാങ്കുകാർ എന്തെങ്കിലും സഹായം ചെയ്താൽ പലിശ മേടിക്കും. അതേമാതിരിയുള്ള ഫിനാൻഷ്യൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഹൗസസ്, ഇങ്ങനെയുള്ള അത് ആ ബിസിനസ്, അതായത് പണം പലിശയ്ക്ക് എടുക്കുക എന്നുള്ളത് സാധാരണ ആ സമയത്ത് ചെയ്തിരുന്നവരുടെ പേരാണ് ജഗത് സേത്ത്. അവരുടെ സപ്പോർട്ട്. അതുകൂടാണ്ട് ബംഗാളിലുള്ള തന്നെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പായിട്ടും അവരുടെ ആവശ്യങ്ങൾ അവര് നിറവേറ്റിക്കൊണ്ടിരുന്നു. ഇനി ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നവാബിന്റെ കാലഘട്ടത്തിൽ എത്രത്തോളം ബാലൻസ് അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള പല വിധത്തിലുള്ള അവര് എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് നവാബിന്റെ ടൈമിൽ മാത്രമേ അറിയുള്ളൂ. ഇതില് സാധാരണക്കാർക്ക് ഒരു സ്ഥാനവുമില്ല. അവർക്ക് അവിടെ ഇത് എങ്ങനെയാന്ന് വെച്ചാല് ആരാണോ രാജ്യം ഭരിക്കുന്നത്, ആരാണോ ഈ പണ ഇടപാടുകൾ നടക്കുന്നത്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അവർക്കും രാജാവിനും മാത്രമേ ഇതിൽ തമ്മിൽ ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ഇതിൽ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. സാധാരണക്കാരായ മനുഷ്യന്, കർഷകന് ഇതിൽ ഒരു തലയിടാൻ പാടില്ല. കാരണം അത് അവരുടെ ഏരിയ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വരുന്നത് വെച്ചാല് ഈ ജമീന്ദാറിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രശ്നം, ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് അത് അതിനെപ്പറ്റി ബോധവടല്ല. അതാണ് കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ റൂളറും എത്രത്തോളം നമുക്ക് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ടോ, ആ ഗവൺമെന്റിന്റെ പാർട്ടിൽ നിന്ന് ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള പവർ അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ളവർ വന്ന് നമ്മളെ ചൂഷണം ചെയ്യാന്നുള്ള ലെവലിലേക്ക് പതുക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബംഗാളിനെ അവരെങ്ങനെ പിടിച്ചടക്കി? 1757 മുതൽ 1765 വരെ ഈ കാലഘട്ടത്തിൽ ബംഗാള് പതുക്കെ അവരുടെ പവറ് നവാബിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷിന്റെ കയ്യിലേക്ക് പോവാണ്. കാരണം പല വിധത്തിലും അവര് നവാബിനെ കോർണർ ചെയ്യും, അല്ലെങ്കിൽ ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പവർ കിട്ടിക്കഴിഞ്ഞാൽ നവാബ് ഒരു ഡമ്മി മാതിരിയായി പോവും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പവർ അവരുടെ കയ്യിലേക്ക് വരുന്നത്. ഈ കാലഘട്ടത്തിൽ 3 നവാബ് ഉണ്ട്. ഈ 8 വർഷത്തിനിടയിൽ 3 നവാബ് നമ്മള് പരാമർശിച്ചു പോകുന്നുണ്ട്. ഒന്ന് സിറാജുദ്ദൗള, പിന്നെ മിർ ജാഫർ, പിന്നെ അടുത്ത ആള് മിർ കാസിം. ഇവരാണ് ഈ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നവാബ്
ആ കാലഘട്ടത്തിൽ ബംഗാൾ ഭരിച്ചിരുന്നവര് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമോ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ ചില ചെറിയ ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ കാരണം അവരുടെ കയ്യിൽ നിന്നുള്ള പവർ സാധാരണമായ ബ്രിട്ടീഷ് കമ്പനിയുടെ കയ്യിൽ എത്തിപ്പെടുന്നു. ഇനി സിരാദൗള ആണ് ആദ്യം പറയാൻ പോകുന്നത്. അങ്ങേർക്കും സിരാദൗളയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഉണ്ടായ എന്തെങ്കിലും വിരോധം എന്തായിരുന്നു? സിരാദൗള അലി വർദ ഖാന്റെ ശേഷം വന്നിട്ടുള്ള രാജാവ് അല്ലെങ്കിൽ നവാബാണ്. നവാബ് എന്ന് പറയുമ്പോൾ രാജാവ് എന്നാണ് അർത്ഥം. ഇവിടെ ആ ഭാഗങ്ങളിൽ നവാബ് എന്നാ പറയാ. അപ്പൊ നവാബ് 1756 രാജാവാകുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു ഡോമിനന്റ് അല്ലാത്ത ആ നവാബിന്റെ കോർട്ടിലെ ഗ്രൂപ്പ് ഉണ്ട്, ഒരു വലിയ പ്രധാനമുള്ള ഗ്രൂപ്പ്. ജഗത് സേത്ത്, ഉമിചന്ദ്, റായ് ബല, റായ് ദുർലഭ, മിർജാഫർ ആൻഡ് കൂടെയുള്ളവര്. ഇവരൊക്കെ സിറാജിന്റെ ഒപ്പോസ് ചെയ്തിരിക്കുന്നവർ. അവർക്ക് താല്പര്യമില്ല ഇങ്ങേര് വരുന്നതില്. അപ്പോൾ എന്തായിരുന്നു ഇത് അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ, സിറാജ് സ്ഥാനമേറ്റ് കഴിഞ്ഞ ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങേർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നവാബ് ഇത് കൂടാണ്ട് അകത്തുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, അവര് സിറാജിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബിസിനസ്സും നവാബിന്റെ സ്ഥാനത്തിന് ഒരു ഘടകമായിട്ട് വന്നു. ഇനി ഇതെന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കമ്പനിയും നവാബും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തമ്മിൽ പിണങ്ങാൻ കാരണം അവിടെ ഒരു കോട്ട കെട്ടും. ഒരു കോട്ട കെട്ടിയിട്ടുള്ള ഇംഗ്ലീഷ് കമ്പനി അവിടെ ബംഗാളില് കൽക്കട്ടയിലെ ഒരു ഫോർട്ട് കെട്ടുന്നുണ്ട്. ഈ ഫോർട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു, കോട്ട കെട്ടുന്നത് അവരുടെ സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളോ സൂക്ഷിക്കാൻ എന്നുള്ള വിധത്തിലാണ് അവർ പറഞ്ഞിട്ട് കോട്ട കെട്ടിയത്. പക്ഷെ കോട്ടയ്ക്കകത്ത് അവര് യുദ്ധസാമഗ്രികളും വെച്ചിരുന്നു. പിന്നെ ഈ കോട്ട കെട്ടാനായിട്ട് നവാബിന്റെ പെർമിഷൻ, അതായത് റൂളറാണ് നവാബ് എന്ന് പറയുമ്പോൾ രാജാവാണ്, ആ സ്ഥലത്തെ രാജാവാണ്. അങ്ങേരുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് അവർ ഈ കോട്ട കെട്ടുന്നത്. അപ്പൊ നാച്ചുറലി ഒരു രാജാവിന് ദേഷ്യം വരുമല്ലോ, കോട്ട കെട്ടിയ കമ്പനിയോട് ദേഷ്യം വരും. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിയുടെ പ്രിവിലേജ് അല്ലെങ്കിൽ കമ്പനി മുഖാന്തരം ബിസിനസ് ചെയ്യാനുള്ളത് അതേ സമയം അവർക്ക് പ്രൈവറ്റ് ആയിട്ടും ബിസിനസ് ചെയ്യാം. അപ്പൊ അങ്ങനെയും ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. പിന്നെ വരുന്നത് കമ്പനി കൽക്കട്ടയില് ആർക്കൊക്കെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ട് രാജ് ബലാന്റെ മകന് അഭയം കൊടുത്തു. ഈ അഭയം കൊടുത്ത കൃഷ്ണദാസ് അവിടെ നിന്ന് നവാബിന്റെ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയ ആളാണ്. എന്നിട്ട് നവാബിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് നവാബിന്റെ അവിടെ നിന്ന് കുറെ ട്രഷറൊക്കെ എടുത്തിട്ട് പോയ ആളാണ് അയാൾ. അവിടെ നിന്ന് നവാബിന്റെ അടുത്ത് നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് കമ്പനി അല്ലെങ്കിൽ കമ്പനി അവർക്ക് അഭയം കൊടുക്കുക, അഭയ സ്ഥാനം കൊടുക്കുക, താമസിക്കാനുള്ള സ്ഥാനം കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റുന്നു, സിറാജിന് ഇത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ചാലഞ്ചായി തോന്നി. എന്റെ സ്ഥലത്തു നിന്നുള്ള ആള് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് കമ്പനിയിൽ പോയി അഭയം പ്രാപിക്കുമ്പോൾ അതൊരു ഓപ്പൺ കാരണം, ഒരു വഴക്കിനുള്ള വലിയൊരു കാരണമായി മാറുന്നു. ഇനി അടുത്തത് വരുന്നത് നമ്മളെ ബാറ്റിൽ ഓഫ് പ്ലാസിയാണ്. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നടക്കുന്ന കാര്യങ്ങള് ഒരു നവാബിനെ എങ്ങനെയാണ് എതിർക്കാൻ പറ്റുക അല്ലെങ്കിൽ നവാബിനെ എങ്ങനെ തകർക്കണം എന്നുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. സീക്രട്ട് അലയൻസ് ഉണ്ട് കമ്പനിയുടെ. ആ കമ്പനിയില് ഈ സീക്രട്ട് അലയൻസിനെ ഇവിടെ എല്ലാവരും കൊടുത്ത് സഹായിക്കുന്നുണ്ട്. റോബർട്ട് ക്ലൈവ്, ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള റോബർട്ട് ക്ലൈവ് മദ്രാസിൽ നിന്ന് ആർമീനെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെയും കൊണ്ടുവച്ച് ബംഗാളിലേക്ക് കൊണ്ടുവച്ച് ഒരു എന്താ ഒരു കോൺസ്പിറസി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇതിന്റെ ഗൂഢാലോചന ഫലമായി അവരുടെ ആയുധങ്ങൾ, മിലിറ്ററി പവറിനെ കുറച്ചുകൂടെ കൂടുതലാക്കി കൊണ്ടുവരുമ്പോൾ അത് നവാബിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് നവാബിന് ഇവരുമായിട്ടുള്ള വിരോധം കൂടുതലാവുന്നത്. പിന്നെ സിറാജിനെ അവര് മിർജാഫറിന്റെ സണ്ണായ മിറാന്റെ ഓർഡർ പ്രകാരം ആ ബാറ്റിൽ ഓഫ് പ്ലാസിയില് കൊല്ലപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത് വെച്ചാല് ഒരു നവാബിനെയാണ് എക്സിക്യൂഷൻ ചെയ്യുക അല്ലെങ്കിൽ നവാബിനെയാണ്
കൊന്നുകളയുക. അപ്പോൾ ആൾക്കാർക്ക് ജനറലായിട്ട് ഒരു ഭയം, മനസ്സിലൊരു ഭയം കൂടെ ഉണ്ടാകും. മിർ ജാഫറും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ക്ലൈവ് പറഞ്ഞു, ഇതിന് മിർ ജാഫറിന് ഞാൻ നിന്നെ നവാബാക്കാം. ബാറ്റില് പ്ലാസി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഉദ്ദേശം ഒരു സ്ഥാനം കൊടുക്കാൻ പോണു, നവാബാക്കാൻ പോണു എന്നുള്ള ഒരു വ്യാമോഹമായിട്ടുള്ള ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. പ്രോമിസ് കൊടുത്ത ശേഷം നവാബിനോടുത്ത് പറയും, നീ ഞങ്ങൾക്ക് കുറെ പൈസ തരണം, ഫേവർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ട് ചെയ്യുന്നതിന് കോമ്പൻസേഷൻ ആയിട്ടാണ് ഞങ്ങൾ നിന്നെ മിർ ജാഫറിനെ നവാബാക്കുന്നത്. അപ്പൊ ഇങ്ങനെ മിർ ജാഫർ നവാബായതിനു ശേഷവും പുള്ളിക്കും കുറച്ച് ഇന്റേണൽ പ്രോബ്ലംസ്, അതായത് അകത്തുള്ള ചില പ്രോബ്ലംസും ബ്രിട്ടീഷുകാരുമായിട്ടും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഈ മിർ ജാഫർ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്താന്ന് നോക്കാം. രാജാ റാം സിംഗ് മിനാപൂറിലെ, അതേമാതിരി ഹിസാരി അലി ഖാൻ ഓഫ് പുരേനെ, ഇവർ രണ്ടുപേരും മിർ ജാഫറിനെ ഞങ്ങളുടെ റൂളറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. പിന്നെ മിർ ജാഫറിന്റെ സോൾജിയേഴ്സിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. കാരണം അവർക്ക് സാലറി കിട്ടാണ്ട് വരുമ്പോൾ ഒരു റെബലിയസ് മൂഡിലായി പോവാണ്. ആൾക്കാർക്ക് ജോലി ചെയ്തിട്ട് അവരുടെ റെഗുലർ ആയിട്ട് ആ സാലറി കിട്ടിയില്ലെങ്കിൽ മിർ ജാഫറിന്റെ ഭടന്മാർക്ക് സമയത്തിന് സാലറി കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് നാച്ചുറലായിട്ട് മിർ ജാഫറിന്റെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ മിർ ജാഫറിനോട് ഒരു ദേഷ്യം തോന്നും. ഇത് സാധാരണമായിട്ട് വരുന്നതാണ്. പിന്നെ മിർ ജാഫർ വിശ്വസിക്കുന്നു റായ് ദുലാബ ആണ് ഈ വഴക്കൊക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നാലെ നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു തോന്നല് മിർ ജാഫറിനുണ്ടാവും. പിന്നെ വരുന്നത് റായ് ദുറൽബ. ഇങ്ങേര് എന്താ ചെയ്യുന്ന വെച്ചാല് റോബർട്ട് ക്ലൈവിന്റെ അവിടെ പോയി അഭയം പ്രാപിക്കാൻ. അപ്പൊ റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷുകാരന്റെ അടുത്ത് പോയി അഭയം പ്രാപിക്കുമ്പോ പിന്നെ ഈ നവാബിന് അല്ലെങ്കിൽ മിർ ജാഫറിന് അങ്ങേരെ തൊടാൻ പറ്റില്ല, കാരണം അവിടെ സേഫ്റ്റി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതും ഇനിയും കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് മുഗൾ രാജാക്കന്മാരിലെ രാജാവായ ഷാ ആലം തിരിച്ചു വരുമോ എന്നുള്ള ഒരു പ്രോബ്ലം. അതുകൂടാണ്ട് നവാബും പൊസിഷൻ പണവിഷയത്തില് വളരെ വീക്കാകാൻ തുടങ്ങി, കുറച്ചായിട്ട് വീക്കാകാൻ തുടങ്ങി. കാരണം കമ്പനീന്റെ ഡിമാൻഡ് കൂടുതലാവുന്നു. കമ്പനി ചോദിക്കുന്നത് കൂടുതലാണ്. പണം ഇവർക്ക് മിസ്മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇവിടെ റിസോഴ്സസ് കുറഞ്ഞു വരുമ്പോൾ കമ്പനിക്ക് കൊടുക്കാൻ പറ്റാണ്ട് വരും. അപ്പൊ കമ്പനിക്ക് കൊടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ പിന്നത്തെ ഒരു ഇറിറ്റേഷൻ അവരുടെ മനസ്സിൽ തോന്നും. ഇംഗ്ലീഷ് കമ്പനിക്ക് തോന്നും, ഈ മിർ ജാഫർ ഡച്ച് കമ്പനിയായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടോ, അവിടെ ഒരു ഇൻഫ്ലുവൻസ്, ഡച്ചിനെ കൊണ്ടുവരാനുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ടോ എന്ന് ബ്രിട്ടീഷ് കമ്പനിക്കും ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ സംശയം എന്ന് പറയാം, സംശയം തോന്നുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരുടെ കമ്പനിയുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമ്പനി ചോദിക്കുന്നതിനൊന്നും അവർക്ക് മിർ ജാഫറിന് വളരെ അവർ വിശ്വസിക്കുന്ന വിധത്തിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവര് തമ്മിൽ, ബ്രിട്ടീഷ് കമ്പനിയും മിർ ജാഫറും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വഴക്ക് അല്ലെങ്കിൽ എന്താ പറയാ വിശ്വാസക്കുറവ് എന്നുള്ളതിന് അവര് തന്നെയാണ് മിർ ജാഫറിനെ രാജാവാക്കിയത്. പക്ഷെ അവിടെ ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇനി അടുത്ത് വരുന്നത് മിർ കാസിമിന് ഈ പദവിയിലേക്ക് അല്ലെങ്കിൽ ഈ ബംഗാളിലേക്ക് ഇതേ മോഡലിൽ തന്നെയാണ് ജാഫർ എങ്ങനെ വന്നോ അതേ മോഡലിൽ തന്നെ മിർ കാസിമിനെ കൊണ്ടുവരുന്നു. മിർ കാസിമിനെ കൊണ്ടുവന്ന് അവിടുത്തെ രാജാവാക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങേരടുത്തും വലിയ എമൗണ്ട് പണം അവർക്ക് കമ്പനിക്ക് കൊടുക്കണം. അപ്പൊ അതിനുശേഷം പുള്ളി 3 ഡിസ്ട്രിക്റ്റ് ആണ് തിരിച്ച് അവർക്ക് കൊടുക്കുക. ബർദാൻ, മിഡ്നാപൂർ, ചിറ്റഗോങ് അവരുടെ ഇംഗ്ലീഷ് കമ്പനിയുടെ അധീനതയിൽ പോവുകയാണ്. ഇനി രണ്ടാമത്തെ പെട്ടെന്ന് 2 ആക്ഷൻ മിർ കാസിം എടുത്തു. മിർ കാസിം കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് 2 ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു. അതെന്താ വെച്ചാൽ ആദ്യം ചെയ്തത് ക്യാപിറ്റൽ മുർസിദാബാദിൽ നിന്ന് മൊയ്യൂറിലേക്ക് തന്റെ തലസ്ഥാനം മാറ്റി. അതെന്തിനാ? കാരണം ഈ കമ്പനി കൽക്കട്ടയിലുണ്ട്. അപ്പൊ കൽക്കട്ടയിലെ കമ്പനിയുടെ ഓഫീസിൽ നിന്ന് ദൂരെ പോയാൽ, ബീഹാർ പോയാൽ അത്രത്തോളം ഡിസ്റ്റൻസ് കൂടി കിട്ടും. അപ്പൊ അത് ഒന്ന് ബ്രിട്ടീഷ് കമ്പനിയുടെ അധീനതയിൽ, കൺട്രോളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഓർഗനൈസ് ചെയ്യുന്ന അവിടത്തെ റീഓർഗനൈസ് ചെയ്യാണ്.
ഓർഗനൈസ് ചെയ്യുന്ന അവരെ ആവശ്യമുള്ളവർ, എന്നെ സഹായിക്കുന്നവരെ എൻ്റെ ആളായിട്ട് കൊണ്ടുവരിക. അതേമാതിരി ആർമീനെയും കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെ എൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു, എൻ്റെ ആർമിയിൽ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിശ്വാസമായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു തോന്നല്. ആദ്യത്തെ കുറെ മാസങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയെങ്കിൽ കൂടെയും അവസാന കാലഘട്ടങ്ങളായപ്പോഴത്തേക്കും വിശ്വാസക്കുറവ്, പരസ്പര സംശയങ്ങള്, ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെയും അത് ഷാറ്ററായി പോവാണ്. പിന്നത്തെ വരുന്നത് മേജർ 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് വെച്ചാല്, രാം നാരായൺ ഗവർണറാണ്, ബീഹാറിന്റെ ഡെപ്യൂട്ടി ഗവർണറാണ്. അപ്പൊ ഡെപ്യൂട്ടി ഗവർണറോട് നവാബ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ രാം നാരായൺ എന്ത് ചെയ്യുന്ന, നവാബ് ചോദിക്കുന്ന അക്കൗണ്ട്സ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല രാം നാരായണന് ഇംഗ്ലീഷ് ഓഫീസർ അല്ലെങ്കിൽ പാട്നയിലുള്ള ഇംഗ്ലീഷ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാം നാരായണന് ഒരു വിധത്തിലും നവാബിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് ആ ഭയപ്പാടില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അത്ര ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത്, ഇംഗ്ലീഷ് സപ്പോർട്ട് ബാക്കപ്പ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നവാബ് പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക വെച്ചാല്, കമ്പനീന്റെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ആ കമ്പനിയുടെ ദസ്തക് അല്ലെങ്കിൽ കമ്പനിയുടെ ട്രേഡ് പെർമിറ്റ്, ഈ ട്രേഡ് പെർമിറ്റിനെ കമ്പനി ഒഫീഷ്യൽസ് വളരെ മിസ്യൂസ് ചെയ്യും. അവരുടേതായ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിൽ ട്രേഡ് പെർമിറ്റിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുഖാന്തരമല്ല പോകുന്നത്. അവർക്ക് തോന്നിയ മാതിരി പോകുന്ന, അവർക്ക് സപ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ അവർക്ക് ലാഭം കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കമ്പനിയുടെ ഉദ്ദേശം എപ്പോഴും ഞങ്ങൾക്ക് ലാഭം കിട്ടണം എന്നാണ്. അപ്പൊ അങ്ങനെ അത് കൊണ്ടുവരുമ്പോൾ നവാബിന് അത് താല്പര്യമില്ല. നവാബിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളാണ് ഈ കമ്പനിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് രണ്ട് മേജർ അല്ലെങ്കിൽ വലിയതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സ്വരച്ചയ വരുന്നത് അങ്ങനെയാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാരണങ്ങൾ എന്താന്ന് വെച്ചാല്, നവാബിന്റെ സർവൻസ് അല്ലെങ്കിൽ കമ്പനീന്റെ സർവൻസ് അവർക്കൊന്നും ഡ്യൂട്ടി ഇല്ല. ഡ്യൂട്ടി അവരുടെ സാധനങ്ങൾക്ക് ഡ്യൂട്ടി കൊടുക്കേണ്ട അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്യുക. അതേസമയം ലോക്കൽ ആയിട്ടുള്ളവര്, നമ്മളായിട്ട് ലോക്കൽ മർച്ചന്റ് അല്ലെങ്കിൽ ലോക്കൽ ബിസിനസ്സുകാര് അവര് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന് ഡ്യൂട്ടി കൊടുക്കണം. അത് ഒരു റീസൺ. പിന്നത് നവാബിന്, റൂളറിന് ടാക്സ് വരുന്നില്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ട് വരുന്നില്ല വെച്ചാൽ, ഈ കമ്പനി ഒഫീഷ്യൽസ് ആരും ടാക്സ് പേ ചെയ്യുന്നില്ല. അപ്പൊ കമ്പനി ഒഫീഷ്യൽസ് ടാക്സ് പേ ചെയ്യാണ്ടിരിക്കുമ്പോൾ നവാബിന് ടാക്സ് കരം കിട്ടുന്നില്ല. കരം കിട്ടാണ്ട് വരുമ്പോൾ കരം വന്നാൽ മാത്രമേ, ടാക്സ് വന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ അത് വേറൊരു കാര്യം. മൂന്നാമത്തെ കാര്യം പറയുമ്പോഴത്തേക്കും, സാധാരണമായിട്ടുള്ള ലോക്കലായിട്ടുള്ള മർച്ചന്റ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഭയങ്കരമായ കോമ്പറ്റീഷനാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കമ്പനി മർച്ചന്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ കമ്പനി മുഖാന്തരം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖാന്തരം കച്ചവടം ചെയ്യുന്നവരുടെ കോമ്പറ്റീഷൻ സാധാരണ മർച്ചന്റിന് അല്ലെങ്കിൽ ബിസിനസ്സുകാരന് ഭയങ്കര കോമ്പറ്റീഷൻ വന്നു. ഈ കമ്പനി ഓഫീഷ്യൽസ് എന്ത് ചെയ്യും, എല്ലാരെയും നവാബിന്റെ ഒഫീഷ്യൽസ് ആയിട്ട് വരുന്നവരെയൊക്കെ ഒട്ടും ശ്രദ്ധിക്കില്ല, ഇഗ്നോർ ചെയ്യും. നവാബിന്റെ ഒഫീഷ്യൽസ് വന്ന് ക്വസ്റ്റ്യൻ ചെയ്താലോ നിർബന്ധിച്ചാലോ ഒന്നും ബോധേഡല്ല കമ്പനി ഒഫീഷ്യൽസ്. കാരണം അവർക്കറിയാം നവാബിനൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനി, ബ്രിട്ടീഷ് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭയങ്കര സ്ട്രോങ് ആണെന്നറിയാം. അപ്പൊ അങ്ങനെ മാത്രമല്ല, ഇത് കൂടാണ്ട് ലോക്കൽ ആൾക്കാരോട് പറയും, അതായത് കച്ചവടക്കാര് ഇന്ത്യയിലുള്ള ലോക്കൽ ആൾക്കാരോട് പറയും, അവരുടെ സാധനങ്ങൾ വളരെ വില കുറച്ച് കമ്പനിക്ക് വിൽക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോഴത്തെ ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാല് ഫൈനാൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ പണവിഷയമായിട്ടുള്ള ബിസിനസ്സിലെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിർ കാസിം
വലിയ പ്രശ്നമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവനവന്റെ സിംഹാസനത്തിന് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സർ 1764 വാറുണ്ടാവുന്നു. വാറുണ്ടായ ശേഷം അതിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിക്ടറി എടുത്ത് അല്ലെങ്കിൽ ജയിച്ച് അവര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇനി മിർ ജാഫറിനെ തിരിച്ചു കൊണ്ടുവരാണ്. മിർ ജാഫറിനെ തിരിച്ച് ത്രോണിലേക്ക് അല്ലെങ്കിൽ അവിടെ ബംഗാളിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം മിർ ജാഫറോട് പറയും, നിങ്ങളുടെ 3 ഡിസ്ട്രിക്ട്സ് ഞങ്ങൾക്ക് തരണം, ഹാൻഡിങ് ഓവർ ചെയ്യണം. മിഡ്നാപൂർ, ബർബദൻ, ചിറ്റഗോങ്. ഇത് 3നെയും ഇംഗ്ലീഷ് കമ്പനിക്ക് ഏൽപ്പിക്കുക. അത് മാത്രമല്ല മെയിൻ്റെനൻസ് ആർമിയും അവരുടെ ആർമി മെയിൻറ്റെയിൻ ചെയ്യണം. ഡ്യൂട്ടി ഫ്രീ ട്രേഡും ബംഗാളിൽ സമ്മതിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. അപ്പൊ മിർ ജാഫർ മാത്രമല്ല, ഈ സമയം കൊണ്ട് മിർ ജാഫറിന്റെ ഹെൽത്തും വളരെ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അങ്ങേര് പെട്ടെന്ന് മരിച്ചു പോവുകയും അങ്ങേരുടെ മകനായ നിജീം ഉബ്ദുള്ള വരാണ് അപ്പോയിന്റ്, അങ്ങേരെയാണ് അടുത്ത നവാബായിട്ട് സ്ഥാപിക്കുന്നത്. ഈ സമയത്ത് ഈ നവാബിന് ഒരു ഇതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സുബേദാറിനെയും കൂടെ വിടും. ഈ സുബേദാറിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഈ മൈനർ സൺ നടത്തിക്കൊണ്ട് പോയിരുന്നത് എങ്കിൽ കൂടെയും, അവർ പേരിന് നവാബിന്റെ ചെറിയ പയ്യനെ വെച്ചു എങ്കിൽ കൂടെയും കൺട്രോൾ ചെയ്തിരുന്നത് റിയൽ ആയിട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വെച്ചിട്ടുള്ള ആൾ മുഖാന്തരമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത് വരുന്നത് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ഗവർണറായിട്ട് വരുന്നു. ബംഗാളിന്റെ ഗവർണറായിട്ട് വരുന്നു. ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും സുപ്രീം പൊളിറ്റിക്കൽ അതോറിറ്റിയിൽ എത്രത്തോളം കൺട്രോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഷാ ആലമിന്റെ കൂടെയും റോബർട്ട് ക്ലൈവും 1765 ഒരു സൈൻ ചെയ്ത് എടുക്കുന്നു. ഷാ ആലം അലഹബാദും അഡ്ജോർണിങ് ഏരിയാസ് ഒക്കെ അവർക്ക് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ദിവാനി എന്ന് പറയുന്നത് അവരുടെ ടാക്സ് മേടിക്കാനുള്ള പവർ, അതും കൊടുക്കുകയാണ്. ബംഗാളിന്റെ റവന്യൂ മുഴുവനും പോകും. റെസ്പോൺസിബിലിറ്റി ഈ ഡിഫൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്ത് ലോ ആൻഡ് ഓർഡർ വരുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് നവാബിന്റെ കയ്യിൽ ഇരുന്നെങ്കിൽ കൂടെയും അതും ഒരു റിയൽ ലൈഫിൽ നോക്കുമ്പോൾ വെറുതെ വട്ടപൂജ്യമായിട്ട് പോയി. ഇനി ഇതിനു ശേഷം പൊളിറ്റിക്കലായിട്ട് ഇത് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഈ പ്രിവിലേജസ്, ഈ കിട്ടിയിട്ടുള്ള റിവാർഡ്, ഈ കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്, ഈ കിട്ടിയിട്ടുള്ള ഫോർച്യൂൺ ഒക്കെ ഇംഗ്ലീഷുകാർ സുഖമായിട്ട് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ട്രേഡിംഗ് പ്രിവിലേജ്, അതായത് കമ്പനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പവറിനെയും അവർ മിസ്യൂസ് ചെയ്യും. വേണ്ട വിധത്തിൽ അവർക്ക് ബെനിഫിറ്റ് ആവുന്ന വിധത്തിലാണ് അവർ യൂസ് ചെയ്യുക. അല്ലാണ്ട് നവാബിന്റെ ഫേവററ്റിസത്തിൽ വരുന്നില്ല. സിറാജുദ്ദൗള, മിർ ഖാസിം എല്ലാരും ഇങ്ങനെ സിറ്റുവേഷൻ വളരെ കഷ്ടപ്പെട്ട് പോവാണ്. പിന്നെ വരുന്നത് നമ്മൾ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. എങ്ങനെയാണ് ഇത് പൊളിറ്റിക്കലി അവരുടെ കയ്യിൽ പോയി തീർന്നത്? കമ്പനീന്റെ പ്രഷർ പൊളിറ്റിക്കലായിട്ട് അവരുടെ മോണോപ്പൊളി, ഞങ്ങൾ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. അവര് ഫ്രഞ്ചുകാരെയൊക്കെ അവിടെ ഓടിച്ചു വിട്ടു. ഡച്ചുകാരെയും ഓടിച്ചു വിട്ട് ഞങ്ങളുടെ അടുത്ത് മാത്രമേ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. പിന്നെ അവിടെ ഒരു മിലിറ്ററി സ്ട്രെങ്തിന് വേണ്ടി ഒരു ഫോർട്ട്, കൽക്കട്ടയിൽ ഒരു ഫോർട്ട് കെട്ടുന്നു. അതും നവാബിന്റെ സമ്മതത്തോടെ അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ചാലഞ്ചാണ് നവാബിന്. പക്ഷെ നവാബിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നവാബിന്റെ ഇന്റർഫിയറൻസ് ചോയ്സിൽ ആരാരെയാണ് വെക്കേണ്ടത് എന്നുള്ളത്, ഹൈ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആരെ വെക്കണം എന്നുള്ളത് കൂടെ അവരാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ പവർ കൂടുതലായിട്ട് വരുന്നു. ഈ പൊളിറ്റിക്കലായിട്ട് ഇങ്ങനെ ജഗത് സേത്ത് ബാങ്കിങ് ആൾക്കാരാണ്. അവര് മർച്ചന്റ്സ്, അവരൊന്നും ഇതിലൊന്നും ഹാപ്പി അല്ല, അല്ലെങ്കിൽ സന്തോഷപ്പെടുന്നില്ല സിറാജുദ്ദൗളയെ കൊണ്ടുവന്നതിൽ. സിറാജുദ്ദൗള പിന്നെയും റീഓർഗനൈസ് ചെയ്ത് സിവിലായിട്ടുള്ളതും മിലിറ്ററി ആയിട്ടുള്ളതും റീപ്ലേസ് ചെയ്തിരുന്ന കൂടെയും അവർക്കൊക്കെ ഒരു അപ്രഹെൻഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പൊ നവാബ് പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നു, പഴയ ആൾക്കാരെ മാറ്റുന്നു. ഇനി ഇതിന്റെ കൂടെ ഇവര് അവനവന് ആവശ്യമുള്ളവര്, നവാബിന് അറിയുന്നവരെ എടുത്ത് അവിടെ വെക്കുകയാണ്. അപ്പൊ ഈ കോൺസ്പിറസിയില് ബ്രിട്ടീഷുകാർക്കും ഒരു കൺട്രോള്
ബംഗാളിലുള്ള നവാബിനടുത്ത് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തോന്നുകയാണ്. ഈ കമ്പനീന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന്റെ കോർട്ട് മുർസിബാദിൽ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് അവര് പൊളിറ്റിക്കലായിട്ട് 1757 തൊട്ട് 65 വരെ കൺട്രോൾ ചെയ്യും. ഇതില് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്? കാരണം അവരുടെ കാര്യം മാത്രമല്ല, അവിടെ അകത്തുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ബ്രിട്ടീഷുകാർക്ക് ഇത്രയും കാര്യമായിട്ട് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, നവാബ് സുപ്രീം അതോറിറ്റി ആണെങ്കിൽ കൂടിയും ഡമ്മി ആയിപ്പോയി. വെറും ഒരു സൈഫർ പവറൊക്കെ അവരുടെ കയ്യിൽ നിന്ന്, നവാബിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു റൈവലറി, ഒരു അഭിപ്രായ വ്യത്യാസം, ഇറിറ്റേഷൻ വന്നു. കമ്പനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റി. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് 4ാമത്തെ യൂണിറ്റിലാണ്. അതില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയില് ഒരു 1.5 കൊല്ലത്തോളം ഒരു വളരെ കാലം ഇരുന്നാൽ കൂടെയും ഇവരിവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും യൂറോപ്യൻ കൺട്രീസിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോവുക, അവിടെ നിന്ന് ഇവിടെ വരിക. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുക, ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവര് പണം എടുത്തോണ്ടിരുന്നതും. ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ആൾക്കാരുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കി, മനസ്സിലാക്കിയ വീക്ക്നെസ്സിനെ അവർ ഉപയോഗിച്ചു. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് മനസ്സിലായി ഇവിടെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് അവര് സർ വില്യം അങ്ങനെ ഒരു പൈത്തഗോറസിന്റെ തിയറമൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഇവിടെ ബ്രാഹ്മിൻസിന്റെ ഏൻഷ്യന്റ്, അതായത് ലേണിംഗ് പഠനത്തിന് കുറച്ച് ഡിഗ്രഡേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഇതിനെയൊക്കെ ഒരു റിജിറ്റ് ആയിട്ട് അവർ കാണുകയും ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടുവരും. അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പൊ പുതിയതായിട്ട് ഇന്ത്യയുടെ ഗ്ലോറി അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിനെ നന്നാക്കാൻ വേണ്ടി വാറൻ ഹോസ്റ്റിങ്സ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സീരിയസ് ആയിട്ട് മിഷൻ എടുക്കുന്നു. ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കൊണ്ടുവരിക, അവരെ കൊണ്ട് ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ഇന്ത്യയിൽ കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഓറിയന്റലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ വിഷൻ പ്രകാരം ഇവിടെ പഠിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത്. വില്യം ജോൺസ് പറയും, നമ്മൾ ഇന്ത്യനെ നന്നാക്കണം, പക്ഷെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അതിനെ അവരുടെ ട്രഡീഷനെ തകർക്കാണ്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ജോൺസിന്റെ ഇന്ത്യയിൽ വരവും ഇന്ത്യയിലെ ഇനീഷ്യേറ്റീവ് എടുക്കാനും ഉള്ള കാരണം. ആൻഡ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോം ചെയ്യുന്നു. ഈ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഇന്ത്യനെ പറ്റി അറിയുക, ഇന്ത്യക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് ഔട്ട്സൈഡിനെ പറ്റിയും അറിയുക. അത് മാത്രമല്ല, ഗവർണർ ജനറലിന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിലുള്ള കാരണങ്ങൾ പഠിക്കൽ, ക്ലോസ് ആയിട്ട് സോഷ്യൽ ആയാലും റിലീജിയസ് ആയാലും ശരി, ലാംഗ്വേജ് ആയാലും ശരി, അതിനെ പഠിപ്പിച്ച് വലുതാക്കി എടുക്കുക എന്നുള്ളതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്. അവരെങ്ങനെ ചെയ്തു? ഈ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ വർക്ക് എന്തായിരുന്നു? അവര് പേർഷ്യൻ ലാംഗ്വേജിലും സാൻസ്ക്രിറ്റിലും ഇന്ത്യനെ പറ്റിയും നമ്മുടെ ഗ്രാമർ, പുരാണം ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. കാളിദാസന്റെ ഒക്കെ ഇതൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ അവർ ചെയ്യുന്നത് ഒരുപാട് ആർട്ടിക്കിൾസ്, റിസർച്ച്, ഇന്ത്യൻ സൊസൈറ്റിനെ പറ്റിയും റിലീജിയനെ പറ്റിയുമുള്ള ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ജോണിന്റെ കോൺട്രിബ്യൂഷൻ ഈ സൊസൈറ്റി വഴി എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ലാംഗ്വേജിനെ പറ്റിയും യൂറോപ്യൻ ലാംഗ്വേജിനെ പറ്റിയുമുള്ള ഒരു സ്പ്രെഡിങ് ആണ് യൂറോപ്പില്. ഇനി വാറൻ ഹാസ്റ്റിങ്സ് അങ്ങേര് ചെയ്ത പ്രാക്ടീസ് എന്താന്ന് വെച്ചാല്, അങ്ങേര് പ്രൊമോട്ട് ചെയ്യുന്നു, ഈ ഏഷ്യാറ്റിക് സൊസൈറ്റീനെ പ്രൊമോട്ട് ചെയ്ത് പോകുന്നു. അതേസമയം അങ്ങേര് പറയും ഡ്യുവൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഡബിൾ ഗവൺമെന്റ് ഉണ്ടാക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഗവൺമെന്റ്, റോബർട്ട് ക്ലൈവ് ആണ് അത് കൊണ്ടുവന്നത്, ഡബിൾ ഗവൺമെന്റ്. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2 റൂൾസ് ആണ് വരുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് വരും. അതുകൊണ്ടാണ് ഇതിനെ ഒപ്പോസ് ചെയ്തു, ഇതിനെ എതിർത്തു. ഇംഗ്ലീഷിന്റെ ലോസും ഇംഗ്ലീഷിന്റെ നിയമവും ഇവിടെ നടപ്പിലാക്കുന്നതിൽ അവർ എതിർക്കുക ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ഒരു നമുക്ക് പറയാം ഒരു ലോ, ഈ നിയമം, ആ ബ്രിട്ടീഷ് നിയമം ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ജെൻഡു ലോസ് എന്ന് പറയാ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടത്തെ കാര്യങ്ങൾ ഇവിടത്തെ വിധത്തിൽ ചെയ്യണം,
അതാണ് ഇവിടെ അനാലിസിസ് ചെയ്യുന്നത്. ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ നോക്കുക, ഇന്ത്യയുടെ ലോ അനുസരിച്ചിട്ട് അതിനെ നടത്തിക്കൊണ്ടുവരാൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ കസ്റ്റമറി ലോസ് എന്ന് പറയും. ആ കസ്റ്റമറി ലോ ഒരു ലിസ്റ്റ് ലോസ് കൊണ്ടുവരുന്നുണ്ട്. ആ ലിസ്റ്റ് എന്തൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നതാണ് നമ്മൾ പറയുന്നത് ജെൻഡർ ലോസ്. അതിനെ മനസ്സിലാക്കുക, അതിനെപ്പറ്റി ആവശ്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനെ അക്വസേഷൻ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ ആൾക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതായിട്ട് വരില്ല. നമ്മൾ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇവിടെ സതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇൻഫന്റിസൈഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്ന സമയമാണ്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. ഫ്യൂച്ചറിലെ നല്ല അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നല്ല ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ അവരെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാറൻ ഹേസ്റ്റിങ്സ് വെല്ലസിലെ ഒരു ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട, ഇതിലെന്ന് വെച്ചാൽ അവരൊരു കോളേജാണ് ഉണ്ടാക്കുന്നത്. ആ കോളേജിൽ ഇവിടെ ഭാവിയിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പ്രാക്ടീസ് കൊടുത്ത് വാർത്തെടുക്കുക 1800-ൽ. ആ കോളേജിൽ ബേസിക്കലി അവർ പറഞ്ഞു കൊടുത്തിരുന്നത് മുഴുവനും ഇന്ത്യൻ ലാംഗ്വേജിൽ കൂടെ അവരെ എത്ര തരത്തിൽ വെർനാക്കുലർ എന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ് ആണ്, ആ ലോക്കൽ ലാംഗ്വേജിൽ കൂടെ അവരെ നന്നാക്കി കൊണ്ടുവരിക. അപ്പൊ അവർക്ക് ജ്ഞാനം കൊടുക്കുക, എങ്ങനെയാണോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതെന്നുള്ളതിന്റെ ജ്ഞാനം കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കുന്നത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കൺസോളിഡേറ്റ് എഴുതുക? ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്നവരും ഇവിടെയുള്ളവരും ഇന്ത്യൻ റൂളേഴ്സും കമ്പൈൻഡ് ആയിട്ടാണ് ഒരു പേർഷ്യൻ ലാംഗ്വേജ് കൾച്ചറലുണ്ട്. അതിവിടെ എന്താന്ന് വെച്ചാല് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം, അവരുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടി ബ്രിട്ടീഷുകാര് ഇന്ത്യൻ ഡ്രസ്സ് ഇട്ടിട്ട് കോർട്ടിലിരിക്കുക. കോർട്ടൊക്കെ ഒരുമാതിരി അതായത് കോടതികളൊക്കെ അങ്ങനെ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു ക്ലോസ്നെസ് തോന്നും. അവർ ബ്രിട്ടീഷുകാരാണെങ്കിൽ കൂടിയും ഇന്ത്യൻ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ അവർക്കൊരു ക്ലോസ്നെസ് തോന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പതുക്കെ നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഒന്നുകൂടെ നന്നാക്കണം. അതാണ്. പിന്നെ ലാംഗ്വേജ് ഇവിടെ ഉണ്ടായിരുന്നത് പേർഷ്യൻ ലാംഗ്വേജ് ആണ്. അത് കൾച്ചറലായിട്ടുള്ള മിക്സിങ് അപ്പ് കൂടി ഉണ്ട്. ഈ കൾച്ചറൽ ലാംഗ്വേജും കൾച്ചറൽ ഹാബിറ്റും ലാംഗ്വേജും കൂടെ ആവുമ്പോ കമ്പൈൻഡ് ആവുമ്പോ കുറച്ചുകൂടെ അവര് മനുഷ്യന് വിശ്വാസം വരും. പിന്നെ ഇന്ത്യൻ റൂളേഴ്സിനെ പറ്റി അവർക്ക് ഒരു ഇന്റർമിംഗ്ലിംഗ് ഉണ്ട്. നേരത്തെ പേർഷ്യൻ റൂളേഴ്സിന്റെ കാരണം ബിക്കോസ് മുസൽമാന്റെ റൂളേഴ്സ് ആയിരുന്നു. അപ്പൊ അത് ഇവിടെ മെർജായി പോയത് കൊണ്ടാണ് ആ പേർഷ്യൻ ഇൻഫ്ലുവൻസ് വരുന്നത്. അത് മാത്രമല്ല സാൻസ്ക്രിറ്റും പേർഷ്യൻ ലാംഗ്വേജും എല്ലാം കൂടെ വന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഉറുദു ലാംഗ്വേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു എന്താ പറയാ ഈ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടോ ഒരു മെർജിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മളൊന്ന് കൺസോൾഡേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഇവരെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ നിയമം എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്യേണ്ടത് അതിന്റെ പ്രകാരം അങ്ങനെ ഒന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ബ്രിട്ടനില് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് റോ മെറ്റീരിയൽസ് വേണം, കോട്ടൺ ആണ് വേണ്ടത്, അത് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെയുള്ളവരുടെ അഭിപ്രായങ്ങളും അവരാരായാൻ തുടങ്ങി. അതേമാതിരി തീർന്നതിനെ കൊണ്ടുവരികയും വേണമല്ലോ. ഇവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലേക്ക് കോട്ടൺ പോയാൽ മാത്രം പോരാ, അതിനെ ഫാക്ടറിയിൽ വർക്ക്ഔട്ട് ആയത് കഴിഞ്ഞ് അത് ഫിനിഷ്ഡ് ആർട്ടിക്കിൾ ആവുമ്പോൾ ആ സാധനം ഇവിടെ വന്നിട്ട് ഇവിടെ വിൽക്കുകയും വേണം. അപ്പൊ ബിസിനസ്സിനാണ് അവര് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഈ പോളിസി ഓരോ പോളിസി ഏതേത് കാര്യങ്ങൾ കൊണ്ടുവന്നാലും അവർക്ക് സൗകര്യപ്പെടുന്ന പോളിസീസ് ആണ് ബ്രിട്ടനിലെ ആൾക്കാര് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ വരുന്നു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു മതപരമായിട്ട് ഇവാഞ്ചലിസം എന്ന് പറയും. ഇതിനെന്താ പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ചാല് അവര് മാർക്കറ്റിൽ എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് കൊടുത്താൽ മാത്രമല്ലേ ആൾക്കാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റ് പിടിച്ചടക്കാൻ വേണ്ടി പുതിയതായിട്ട് കൊണ്ടുവരണം. ആ പുതിയതായിട്ട് കൊണ്ടുവന്ന പോളിസി എന്ന് പറയാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇന്ത്യൻ സൊസൈറ്റീനെ പറ്റി പഠിക്കുക, പക്ഷെ അത് അവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക, ഡിസ്റ്റർബ് ചെയ്യാണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റീന്റെ കാര്യങ്ങൾ നമ്മൾ അറിയണം, പക്ഷെ അവർക്ക് മനസ്സിൽ നമ്മൾ അവിടെ പഠിക്കാന്ന് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി
അവരെ ക്രിട്ടിസൈസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനായിട്ട് അവര് ഒരു സിരാംപൂർ മിഷണറീസിന് ഏർപ്പാട് ചെയ്തു. ഈ മിഷണറീസ് വഴി സിരാംപൂർ മിഷണറീസ് വഴി റീഫോം ചെയ്യുക. നമ്മള് ബ്രിട്ടീഷ് ടൈമിൽ കേട്ടിട്ടുണ്ട്, സിവിലൈസിങ് എന്ന് പറയും. ഇന്ത്യൻസിനെ സിവിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്ത്യൻ അച്ഛന്മാർ ഇവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേമാതിരി ഇവിടെ ഈ മിഷണറി വർക്കിൽ റീഫോം ചെയ്യണം. കറന്റ് ആയിട്ട് ഇന്ത്യയിലുള്ള പ്രോബ്ലംസിനെ റീഫോം ചെയ്യണം. അതാണ് ചാൾസ് ഗ്രാൻഡ് പറയുന്നത്. പുള്ളിക്ക് ഇന്ത്യൻസിനോടും അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റത്തിനോടും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പ്രാന്തന്മാരാണ്, ബാർബേറിയൻ സിസ്റ്റമാണ്, ഒരു കൾച്ചർ ഇല്ലാത്ത സിസ്റ്റമാണ് ഇന്ത്യൻ സിസ്റ്റം എന്നാണ് ചാൾസ് ഗ്രാൻഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഹോസ്റ്റിലിറ്റി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്ത്യയെ ബോധവാന്മാരാക്കുക, സിവിലൈസ് ആക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിനാണ് ഇവാഞ്ചലിസം കൊണ്ടുവരികയും അത് ഇവിടെ നമുക്ക് പതുക്കെ ഇവിടെ അവര് കയറ്റി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സമയത്ത് മതം നമ്മൾ പഠിക്കാൻ പറ്റും. മതം എന്താണ് സിവിലൈസിങ് മിഷൻ. നിങ്ങള് അഡ്മിനിസ്ട്രേഷൻ, നമ്മള് ബ്രിട്ടീഷ് വാർ ടൈമില് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാർ ടൈമില് ഈ കൊട്ടേഷൻ സിവിലൈസിങ് മിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം അവർ വിചാരിച്ചു ഇവിടെ ഉള്ളവർക്കൊന്നും സിവിലൈസേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഉള്ള സിവിലൈസേഷൻ എന്താ, ഭ്രാന്തന്മാരമാരി അല്ലെങ്കിൽ വട്ടന്മാരമാരി അല്ലെങ്കിൽ പ്രാകൃതമായ ഒരു സിവിലൈസേഷൻ ആണ്. അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യയിൽ വരികയും അവർ സ്കൂൾസ് സെറ്റപ്പ് ചെയ്യുകയും ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും പതുക്കെ നമ്മളെ കൾച്ചർ ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ മർച്ചന്റ് കമ്മ്യൂണിറ്റി ഇതിനെ സഹായിച്ചു അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം അത് അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. മർച്ചന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വ്യവസായികള്. അവർക്ക് എന്താ പറ്റുക, പുതിയ ലോസ് കൊണ്ടുവന്ന് പുതിയ ഈ നമ്മളെ സിവിലൈസ് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് അവർക്ക് സ്ഥലങ്ങൾ മേടിക്കാം. സ്ഥലങ്ങൾ മേടിച്ച് പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് അവർക്ക് ഫ്രീ ട്രേഡ് നടത്താം. ഫ്രീ ട്രേഡ് നടത്തുമ്പോൾ അവർക്ക് ബിസിനസ് കൂടുതലാവും. അത് അവരുടെ ബെനിഫിറ്റ് ആണ്. ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഉള്ള ഫ്രീ ട്രേഡിന്റെ പെർമിഷൻ കൂടെ കിട്ടുമ്പോൾ അത് അവർക്ക് സൗകര്യമാണ്. അതുകൊണ്ടാണ് ആ മർച്ചന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റി ഈ സിവിലൈസിങ് മിഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. അത് മാത്രമല്ല, ചാൾസ് ഗ്രാൻഡ് ചെയ്തു, കോംപ്ലിമെന്ററി ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ സിവിലൈസേഷൻ, നിങ്ങളുടെ പ്രാകൃതമായ ഒരു ജീവിത രീതിയിൽ നിന്ന് മാറ്റി നിങ്ങളെ ഒരു നല്ല വിധത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ള വിധത്തിൽ കോംപ്ലിമെന്റ് ആയിട്ട്. പക്ഷെ ഇറ്റ് ഈസ് എന്താ പറയാ, നമ്മൾ പറയില്ലേ, മുഖസ്തുതി പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കുക. അവനവന് വേണ്ട കാര്യങ്ങൾ മുഖസ്തുതി പറഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി മുഖസ്തുതി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മളുടെ കാര്യങ്ങളിൽ അവർക്ക് നല്ലൊരു താല്പര്യമുള്ളത് കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അണ്ടർലൈങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർക്കുള്ള ബെനിഫിറ്റ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോസ്പെരിറ്റിയാണ് അവര് ഉദ്ദേശിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇനി ഇതിലാണ് പറയുന്നത്, നമ്മൾ പറയുന്ന ബാറ്റിൽ ഓഫ് ഇംപ്രൂവ്മെന്റ്. ഏത് വിധത്തിൽ നമുക്ക് നന്നാക്കാം. അതിന്റെ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഈ ബ്രിട്ടീഷുകാര് ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തി കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നു. അപ്പോ കോൺവാലീസ് ആദ്യം ചെയ്തു, ഞാൻ ഈ റവന്യൂ പെർമനന്റ് ആയിട്ട് ലാൻഡ് ക്ലാസ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ്. കോൺവാലീസിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ധനം എവിടെന്നാ വരുന്നത്, ടാക്സ് വരുന്നത് അഗ്രികൾച്ചറിൽ നിന്ന്. അപ്പൊ ആ ടാക്സ് വരുന്ന ഒരു ഏരിയനെ നമ്മൾ ഒപ്പത്തിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മാജിക് ടച്ചിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലാൻഡ് മുഖാന്തരം ധനം ഉണ്ടാക്കാം. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. പിന്നത്തെ കാര്യം, ഒരു ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ. അവർക്ക് ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ ലാൻഡ്ലെസ് ക്ലാസ് മേടിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു ഒബ്ലിഗേഷൻ വരും. ഇംഗ്ലീഷുകാരോടും ഇംഗ്ലീഷ് ലോയ്ക്കോടും ഒരു പുതിയതായിട്ടുള്ള ഒരു സെറ്റപ്പിന് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക. അതും ഇതുവഴി അവർക്ക് ബിസിനസ് നടത്താനുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ജോൺ കോർവാലെ പറയും, കോൺവാലിസിന്റെ വിഷൻ ഇംപ്രൂവ്മെന്റ് നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ കാര്യങ്ങൾ നന്നാക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞ് അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. പിന്നെ വരുന്നത് പ്രിസർവേഷൻ ആണ്. ഇതിനെ എങ്ങനെ
കൂട്ടി നിർത്തിക്കൊണ്ട് പോകാം. കോൺവാലിസിന്റെ സിസ്റ്റം വലിയ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടെയും ഇതിനെങ്ങനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടാകും, നിർത്തിക്കൊണ്ട് പോകണം. ഈ ഐഡിയന് പൊളിറ്റിക്കലി അവര് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അവര് ഏലിയൻ ആണ്, പുറത്തുനിന്നുള്ളവർ വന്നാണ് ഈ ട്രഡീഷൻസ്, ഇന്ത്യൻ ട്രഡീഷനൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ പൊളിറ്റിക്സിൽ വരുമ്പോൾ കുറച്ച് ചെയ്തു നോക്കിയാലല്ലേ കിട്ടുള്ളൂ. എക്സ്പെരിമെന്റും ചെയ്യണം. ശുപാർശയോട് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് റിവിഷൻ ആണ്. അതായത് റോട്ടുവാരി എന്ന് പറഞ്ഞത് കളക്ഷൻ ആണ്, സിസ്റ്റം ഓഫ് കളക്ഷൻ. കരം ധരിക്കുന്ന കളക്ഷൻ ആണ് റോട്ടുവാരി സിസ്റ്റം. അതൊന്ന് മാറ്റാം. അപ്പോ ഈ ഇന്ത്യൻ ഗവൺമെന്റില് ഡൈവേഴ്സിറ്റി പലതുണ്ട്, പല ആൾക്കാരുണ്ട്, പല വിധത്തിലുണ്ട്. പക്ഷെ എങ്കിൽ കൂടെയും അതിനെ നമ്മൾ ഏത് വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും, അതാണ് അവര് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഇത് രണ്ടും കൂടെ എടുക്കണം, ഒരുമിച്ച് കൊണ്ടുപോകണം. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ നമ്മൾക്ക് അത് പറ്റുമെന്ന് മനസ്സിലാവും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇവർ ചെയ്യുന്നത് ഇവിടെയുള്ള കാര്യങ്ങളിനെ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ട് തന്നെ അവിടെയുള്ള കർഷകരുടെ എയിം അല്ലെങ്കിൽ അവർക്ക് നല്ലത് ചെയ്യണം. അതേസമയം നമ്മളുടെ ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റും ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളും സുഗമമായിട്ട് പോണം. അപ്പൊ അവിടെ ഉദ്ദേശം വന്നിട്ട് ജസ്റ്റിസിനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ള വ്യാജേന ബ്രിട്ടീഷ് റൂളും കൊണ്ടുപോകുക. അപ്പൊ മൊൺറോവും കൊളീഗ്സും ആദ്യം ഇത് ഒപ്പോസ് ചെയ്യും, സെൻട്രലായിട്ട് വരുന്ന റൂളിനെ ഒപ്പോസ് ചെയ്യും. പക്ഷെ അതേസമയം അവര് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വിവിധ വിധത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ കൊണ്ടുപോകുന്നതിൽ അവര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ലേറ്റർ ഓൺ. ഇനി യൂട്ടിലിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സിവിലൈസിങ് എന്നല്ല. നേരത്തെ ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. എഡ്യൂക്കേഷൻ മുഖാന്തരം, പഠിപ്പ് മുഖാന്തരം ആൾക്കാരെ സിവിലൈസ് ചെയ്യുക, ഇന്ത്യനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ബേസിക് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാൻഡ് റീഫോമും ലാൻഡിന്റെ കണ്ടീഷൻസും മാറ്റി കൊണ്ടുവരിക. അപ്പൊ മാർക്കറ്റ് ഫ്ലറിഷ് ആവും. മാർക്കറ്റ് ഫ്ലറിഷ് ആയാൽ അവർക്ക് ബിസിനസ് കിട്ടും. ബിസിനസ് കിട്ടുമ്പോൾ അവർക്ക് ധനം കിട്ടും. അപ്പൊ ഇങ്ങനെ ഇതിനെയൊക്കെ ചെയിൻ റിയാക്ഷനിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ജെറോമി വിദ്ദഹം സയന്റിഫിക്കലി ലോജിക്കലി ഇത് രണ്ടിനെയും വളരെ തന്ത്രപരമായിട്ട് നടത്തി സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഈ വലിയ നമ്പറിലേക്ക് പോകുന്നത്. ഇനി ഇതിന് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് എന്താണ് ലോ. ഇതില്ലെങ്കിൽ ഈ ലോയ്ക്ക് ഇവിടെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ അവരുടെ പ്രാധാന്യം ഇവിടെ ഫണ്ടമെന്റൽ ആയിട്ട് ഇന്ത്യയിൽ നടന്നിരുന്ന ചില കാര്യങ്ങൾ ഇതിനെ ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ഈ നിയമത്തിനെ മാറ്റാൻ പറ്റും. അപ്പൊ ഈ നിയമം ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച രാജാറാം മോഹൻ റോയ് ടൈമിലൊക്കെ സതി ഹസ്ബൻഡ് മരിച്ചു പോവുക, ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടെയും പ്രാക്ടീസ് ചെയ്യുക സതി, അത് അവരുടെ ധാർമ്മികമായ ഒരു റൈറ്റ് ആണ്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അതേമാതിരി ഫീമെയിൽ ഇൻഫന്റിസൈഡ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികള് പെൺകുട്ടികളായിട്ട് ജനിക്കുമ്പോൾ അതിനെ അവര് ഇന്ത്യൻ ഹിന്ദുസ് കൊല്ലുകയാണ്. അതായത് കൊല്ലുക എങ്ങനെയാന്ന് വെച്ചാല് പൂർണ്ണമി ചന്ദ്ര ദിവസത്തിലെ വെള്ളത്തിൽ ജനിച്ച കുഞ്ഞിനെ ചെറിയ കുട്ടീനെ വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ പാല് വെച്ചിട്ട് ഈ പാലിലേക്ക് കുട്ടീനെ ഇടുകയാണ് പൗർണമി ദിവസം. അപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് വെച്ചാല് കാരണം ഇന്ത്യയില് ഒരു ചെറിയ കുട്ടികള് ചൈൽഡ് മാരേജ് ഉണ്ട്. ഈ ചൈൽഡ് മാരേജ് കഴിയുമ്പോഴത്തേക്കും ചൈൽഡ് മാരേജ് മുഖാന്തരം കുട്ടികൾക്ക് കല്യാണം കഴിക്കാം. 5 വയസ്സിനുള്ളിൽ കല്യാണം കഴിയും. കല്യാണം കഴിച്ച കുട്ടിക്ക് പെട്ടെന്നായിരിക്കും, ചെറിയ പയ്യനായിരിക്കും കല്യാണം കഴിക്കുക. 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടി കല്യാണം കഴിക്കുന്നു. ആ കുട്ടി എന്തെങ്കിലും കാരണവശാൽ വരൻ മരിച്ചുപോയാൽ ഈ പെൺകുട്ടി ഒരു വിഡോ ആയിട്ട് റിമെയിൻ ചെയ്യണം ജീവിതത്തിൽ. ആ വിഡോഹുഡ് ഭയങ്കര ട്രബിൾസമാണ് ഹിന്ദുയിസത്തില്. നല്ല ആഹാരമില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റില്ല, നല്ല ഒരുവിധ എല്ലാ വെള്ള വസ്ത്രം ധരിക്കുക. പിന്നെ ആദ്യകാലങ്ങളിൽ തല മുണ്ടനം ചെയ്യണം, പിന്നെ വെള്ള വസ്ത്രം ധരിക്കണം, ഒരു ഫംഗ്ഷന് ഇടാൻ പാടില്ല, പൂ വയ്ക്കാൻ പാടില്ല, പൊട്ടു തൊടാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു വിഡോഹുഡ് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. അല്ലെങ്കിൽ അത് സഫറിങ്സ് വരാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനമ്മമാര് കുഞ്ഞുങ്ങൾ
പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇൻഫാന്റിസൈഡ് നടത്തിയിരുന്നത്. ഇതൊക്കെ റിലീജിയസ് ലോസ് ആണ്. ഈ റിലീജിയസ് ലോസിനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നിട്ട് സതി ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വിഡോ റീമാരേജ് ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് ഇവര് പതുക്കെ ഈ ലോസ് ഒക്കെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനി ലാൻഡ് റവന്യൂലും ഇതേമാതിരി തന്നെ ടാക്സ് കളക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത് റീസ്ട്രക്ചറിങ്, ലാൻഡിനെ മാറ്റിയെടുക്കുന്നു. ഏത് വിധത്തിൽ മാറ്റുന്നു വെച്ചാൽ ഏത് ഗ്രാസ് എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടോ അതിനെ കോസ്റ്റ്, കൾട്ടിവേഷൻ ചെയ്യാനുണ്ടാക്കിയ കോസ്റ്റിനെ മൈനസ് ചെയ്ത് എടുക്കുക. അതാണ് ലാൻഡ് റവന്യൂ. ഇവിടെ ബോംബെയിൽ നിന്ന് അങ്ങേര് അല്ലെങ്കിൽ പ്രിങ്കിൾ എന്ന് പറഞ്ഞ ഓഫീസർ പ്രിങ്കിൾ കുറെ എലോബറേറ്റ് ആയിട്ട് ഓരോ സർവേ നടക്കും. ലാൻഡിൽ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ, എന്നിട്ട് വേണം ടാക്സ് എടുക്കാനായിട്ട്. ആ ടാക്സ് കുറച്ചു കാലം നിന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് പോയി. പിന്നെ പുതിയ വിഷനായിട്ട് പുതിയൊരു ഡൽഹൌസിന്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ ബ്രിട്ടന്റെ വിഷൻ കൊണ്ടുവന്നു. ലോർഡ് ഡൽഹൌസിന്റെ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓൾ ഇന്ത്യ ലെവലില് എല്ലായിടത്തും ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഡൽഹൌസിന്റെ കാലഘട്ടത്തിൽ വളരെ നന്നായിട്ട് അത് കൊണ്ടുവന്നു. ഐഡിയ വന്നിട്ട് നല്ല അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഡൽഹൌസിന്റെ പോളിസീസ് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാന്ന് വെച്ചാല് ഒരു എൻകറേജ് ചെയ്യുക, എല്ലാ കൗൺസിലിലൊക്കെ ആൾക്കാരെ റെപ്രസെന്റേഷൻ കൊടുക്കുക, നോൺ ഒഫീഷ്യലിനും ഒപ്പീനിയൻ പറയാനുള്ള കമ്മീഷൻ കൊടുക്കുക, പിന്നെ എലോബറേറ്റ് ആയിട്ട് ഇലക്ഷൻ പ്രോസസ്സ് നടത്തുക, ഫേവേർഡ് ഇന്ത്യൻ മെമ്പേഴ്സിനെ കൂടെ കൗൺസിലേക്ക് കൂട്ടുക. അപ്പൊ മെക്കോളയുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. ഇതുവഴി തോംസൺ പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തില് ഫെർനാക്കുലർ ഇവിടത്തെ ലാംഗ്വേജും പഠിപ്പിക്കുക, ഗ്രാൻഡ് ലെവലില് അല്ലെങ്കിൽ മാസീവായിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കുക. അപ്പൊ ഡൽഹൌസിന്റെ പോളിസീസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ഇനി ഇതിൽ വരുന്നത് നമ്മൾ ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ എന്താ പറ്റുക, ഇന്ത്യൻ ഗവൺമെന്റിന് ഇന്ത്യന്റെ ആൾക്കാർക്ക് നല്ലൊരു അഭിപ്രായം കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഒരു സ്റ്റീലായിട്ടുള്ള ഒരു ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തെടുക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്ത് വെക്കാനാണ് അവര് ശ്രമിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു. അപ്പൊ അവർക്ക് എന്താ പറ്റും, അവർക്ക് സാൻസ്ക്രിറ്റോ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. ഇന്ത്യൻസ് പെട്ടെന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു. ഓഫീസേഴ്സ് ആയിട്ട് വരുന്നവര്, അതായത് അവരുടെ ബ്രിട്ടീഷിന്റെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാൻ വരുന്ന വർക്ക് ഗ്രൂപ്പിനെ അവരുടെ വിധത്തിൽ കോൺവെർസേഷന് പഠിപ്പിക്കാൻ, അത് സംസാരിക്കാനും അവർക്ക് പറ്റി. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവഴി അവർക്ക് ബിസിനസ് ഇംപ്രൂവ്മെന്റ് പെണ്ണും, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് ചെയ്തു, ഇന്ത്യൻ റെയിൽവേസ് കൊണ്ടുവന്നു. ഇതിലെല്ലാത്തിലും ഉദ്ദേശിക്കുന്നത് അവരുടെ സൗകര്യങ്ങളാണ്. അവരുടെ ബിസിനസ്സിന് വേണ്ട വിധത്തിൽ ഇന്ത്യയെ പാകപ്പെടുത്തിയെടുക്കുക. അതേമാതിരി ഇന്ത്യൻ ആൾക്കാരെ അവരുടെ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിട്ട് പാകപ്പെടുത്തിയെടുക്കുക. അതാണ് ഇവിടെ നമ്മൾ ലോയിന്റെ ടാസ്ക് ആയിട്ട് കൊണ്ടുവരുന്നത്. ലാൻഡ് ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പല വിധത്തിലും അവർ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്ന ശേഷം ഇവർക്ക് വേണ്ട വിധത്തിൽ വിട്ടുകഴിയുമ്പോൾ വലിയൊരു ഗവൺമെന്റ് ഒരു സ്റ്റീൽ ഫ്രെയിമിനുള്ളിൽ, ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റീൽ ഫ്രെയിമിനുള്ളിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ കൊണ്ടുവരാണ്. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ തീർക്കുകയാണ്. ഇത്രയും നമ്മള് ഒരുപാടെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയും അവർ കൊണ്ടുവന്നത് ഒരു യൂണിറ്റി ഇൻ ആക്ഷൻ എന്ന് പറയാം. അപ്പോ അല്ലെങ്കിൽ യൂണിറ്റിയുടെ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ ഐഡിയാസ് ഒക്കെ നന്നായിരുന്നാൽ കൂടെയും സെർവ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സർവീസ് ചെയ്യാൻ, ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി സർവീസ് ചെയ്യാൻ പറ്റുന്ന ജനതയെ പാകപ്പെടുത്തിയെടുക്കുക, സ്ഥലം പാകപ്പെടുത്തിയെടുക്കുക, അങ്ങനെ അവരെ തയ്യാറാക്കി കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ ഇത് നമ്മൾ ഇതിൽ നിന്ന് എന്താ വരുന്നത് വെച്ചാല് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ വന്നു, ഭരിച്ചു, കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് നമുക്കും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അവർക്കും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് കൂടുതലായിട്ട് നെഗറ്റീവ് ആണെങ്കിൽ കൂടെയും കുറച്ചെങ്കിലും പോസിറ്റീവ് അപ്രോച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യനെ ഉയർത്തി കൊണ്ടുവരാൻ ഉള്ള
അഭിപ്രായങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർ ഫോറിനിൽ പോയി പഠിച്ചു. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നു, ഫോറിൻ കൺട്രീസിൽ എന്ത് പോളിസി അവർ അഡോപ്റ്റ് ചെയ്യുന്നു, അവരുടെ ഫ്രീഡം എന്താണ് അവിടെ അവർ എൻജോയ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ സമയത്ത് പുള്ളി ആഫ്രിക്കയിൽ പഠിക്കുകയും പോവുകയും പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അറിവ് കൊണ്ടാണ് തിരിച്ചു വന്ന ശേഷം ഇന്ത്യയിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇന്ത്യയിൽ അവര് അങ്ങേര് വേണ്ട വിധത്തിൽ നന്നാക്കാൻ കൊണ്ടുവന്നു. നന്ദി, നമസ്കാരം.